നമസ്കാരം. ഇഡിയെ തൊട്ടവർ തിഹാർ ജയിലിലാകും. അറസ്റ്റിലായവർ മരണം വരെയും ജയിലിലാകും. തിരുവനന്തപുരത്തെ ഇഡി ആക്രമണം അത് ബംഗാൾ മോഡൽ നിയമക്കുരുക്കിലേക്ക് എത്തപ്പെടുന്നു. പ്രതികൾക്ക് വിനയാകാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ തെളിവുകൾ ഏറെ ഉള്ള ഒരു ആക്രമണമായിരുന്നു നടന്നത്. അറസ്റ്റ് ചെയ്യുന്നവർക്ക് ദീർഘകാല ജയിൽവാസം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ചീമുട്ട എറിഞ്ഞവരും കല്ലെടുത്ത് കാറിലടിച്ചവരും വലിയ പ്രതിസന്ധിയെ നേരിടാൻ പോകുന്നു. 2024 ബംഗാളിൽ ഇഡിയെ ആക്രമിച്ച ഷെയ്ഖ് ഷാജഹാന് 2026 മാർച്ചിൽ പോലും ജാമ്യം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് വലിയ ആവേശമൊന്നും വേണ്ട. ആവേശം ഇനി ജയിലിനുള്ളിലാക്കും. ജാമ്യം അത്ര എളുപ്പമാകില്ല. പുറം ലോകം കാണാൻ നീണ്ട കാത്തിരിപ്പ് വേണ്ടി വരും സഖാക്കളെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ വീര്യത്തിന്റെ പേരിലോ ഭരണസ്വാധീനത്തിന്റെ തണലിലോ കേന്ദ്ര ഏജൻസികൾക്ക് നേരെ കൈയോങ്ങുന്നത് എത്രത്തോളം അപകടകരമാണ് എന്ന് തെളിയിക്കുന്നതാണ് തിരുവനന്തപുരത്തെ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ആക്രമണം. CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ കൗൺസിലറുമായിരുന്ന IP ബിനു ഉൾപ്പെടെ 19ഓളം പേർ പ്രതിക്കൂട്ടിലായ ഈ കേസ് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെയും പ്രതികളുടെ വ്യക്തി ജീവിതത്തെയും ഒരുപോലെ പിടിച്ചുലയ്ക്കും എന്നുറപ്പാണ്. തെരുവിൽ കാട്ടിയ ആവേശം നിയമത്തിന്റെ വഴിയിലേക്ക് ചെല്ലുമ്പോൾ വലിയ വില നൽകേണ്ടി വരുമെന്ന സൂചനകൾ നിയമവിദഗ്ധരടക്കം നൽകുകയാണ്. പശ്ചിമ ബംഗാളിലെ സന്ദേശ് കാലിയിൽ ഇഡി സംഘത്തെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി ഷെയ്ഖ് ഷാജഹാൻ കൊൽക്കത്ത ഹൈക്കോടതി അടുത്തിടെയും ജാമ്യം നിഷേധിച്ച വാർത്ത ഇവിടുത്തെ പ്രതികൾക്കുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് എന്ന് പറയട്ടെ. റേഷൻ കുംഭകോണവുമായി ബന്ധപ്പെട്ട റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയും ആക്രമിച്ച കേസിൽ 2024 ജനുവരിയിൽ അന്ന് അറസ്റ്റിലായ ഷാജഹാൻ 2 വർഷം കഴിഞ്ഞിട്ട് ഇനിയും ജാമ്യം ലഭിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അങ്ങ് കൊൽക്കത്തയിൽ സാക്ഷികളെ സ്വാധീനിക്കുവാനും തെളിവുകൾ നശിപ്പിക്കുവാനുള്ള സാധ്യത മുൻനിർത്തിയാണ് CBIയുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കോടതികൾ ഷാജഹാന്റെ ജാമ്യാപേക്ഷകൾ തുടർച്ചയായി തള്ളുന്നത്. സമാനമായ ഒരു നിയമയുദ്ധത്തിലേക്കാണ് തിരുവനന്തപുരത്തെ പ്രതികളും ഇപ്പോൾ നടന്നു പോകുന്നത് അല്ലെങ്കിൽ നടന്നു നീങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ബംഗാളിൽ ഉണ്ടായതിനേക്കാൾ ആസൂത്രിതവും പരസ്യവുമായിട്ടുള്ള ആക്രമണമാണ് തിരുവനന്തപുരത്ത് അരങ്ങേറിയത് എന്നാണ് ഇഡി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. ഇഡി ഉദ്യോഗസ്ഥരെ വധിക്കുവാൻ ശ്രമിച്ചു എന്ന കടുത്ത വകുപ്പുകൾക്ക് പുറമെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ക്രമസമാധാന പാലനത്തിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കേന്ദ്ര ഏജൻസിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നത് ജാമ്യം ലഭിക്കുവാൻ ഏറ്റവും തടസ്സമാകുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. പ്രതികൾക്ക് നിയമവഴിയിൽ ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ്. ഇഡി ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന്റെയും പാർട്ടി ഓഫീസിനുള്ളിലേക്ക് പ്രതികൾ ഓടിക്കയറുന്നതിന്റെയും കൃത്യമായിട്ടുള്ള CCTV മാധ്യമ ദൃശ്യങ്ങൾ ഇവ പോലീസിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. കോടതിയിൽ ഡിജിറ്റൽ തെളിവുകൾക്ക് വലിയ പ്രാധാന്യമുള്ളതിനാൽ തങ്ങൾ നിരപരാധികളാണ് എന്ന പ്രതികളുടെ വാദം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തള്ളിപ്പോകാൻ കാരണമായിത്തീരും. പാർട്ടി ഓഫീസുകളെ പ്രതികളെ ഒളിപ്പിക്കുവാനുള്ള കേന്ദ്രമാക്കാൻ ശ്രമിച്ചതും പോലീസിന്റെ ഔദ്യോഗിക നീക്കങ്ങളെ തടസ്സപ്പെടുത്തിയതും കേസിന്റെ ഗൗരവം ഇരട്ടിയാക്കുകയാണ്. പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് സന്നാഹം എത്തിയപ്പോൾ ഉണ്ടായ നാടകീയ രംഗങ്ങളും ഉന്തും തള്ളും കോടതിയിൽ പോലീസിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളായി മാറും. പ്രതികൾ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുവാൻ ശ്രമിച്ചുവെന്ന പ്രോസിക്യൂഷൻ വാദത്തിന് ഇത് ബലം നൽകുന്നതാണ്. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടിക്കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്രത്തിന്റെ കനത്ത സമ്മർദ്ദമുള്ളതിനാൽ സംസ്ഥാന പോലീസിന് കേസിൽ അയഞ്ഞ നിലപാട് സ്വീകരിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. കേസ് ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുവാൻ പോലീസിനെ പ്രേരിപ്പിക്കുന്നതും ഈ കേന്ദ്ര ഇടപെടൽ തന്നെയാണ്. ഭരണകക്ഷി നേതാക്കൾ പ്രതികളായ കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ചെറിയ വീഴ്ചയുണ്ടായാൽ പോലും കേസ് CBI പോലുള്ള കേന്ദ്ര ഏജൻസികളിലേക്ക് മാറാൻ അധിക സമയം വേണ്ടിവരില്ല എന്നുള്ളതാണ്. കേസ് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ കേന്ദ്രം കക്ഷി ചേരുകയോ ചെയ്താൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുക എന്നത് കഠിനമായ കാര്യമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതങ്ങ് ഡൽഹിയിൽ പോയേ അവസാനിക്കൂ. അവിടെയാണല്ലോ തിഹാർ ജയില്. പ്രതികൾക്ക് ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നത് തന്നെയാണ് ജാമ്യം നിഷേധിക്കുവാനുള്ള ഏറ്റവും വലിയ കാരണമായിട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത്. പുറത്തിറങ്ങിയാൽ ഇവർ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുമെന്നും തെളിവുകൾ നശിപ്പിക്കുമെന്നും വാദിക്കാൻ ബംഗാളിലെ ഷെയ്ഖ് ഷാജഹാന്റെ കേസ് തന്നെ പ്രോസിക്യൂഷൻ മാതൃകയാക്കുകയാണ്. അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും DYFIയുടെ ജില്ലാ ബ്ലോക്ക് ഭാരവാഹികളായിട്ടുള്ള യുവ നേതാക്കളാണ്. ഒരു രാഷ്ട്രീയ ആവേശത്തിന്റെ പുറത്ത് നിയമം കയ്യിലെടുത്ത ഈ യുവാക്കളുടെ രാഷ്ട്രീയ ഭാവിക്കും
ഈ കേസ് വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയവും തർക്കവും വേണ്ട. ജാമ്യം ദീർഘകാലത്തേക്ക് നീണ്ടുപോവുക കൂടി ചെയ്താൽ അത് ഇവരുടെ വ്യക്തി ജീവിതത്തെയും കരിയറിനെയും പൂർണ്ണമായിട്ടും ബാധിക്കുമെന്നുള്ളതാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഒടുവിൽ ഷാജഹാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കൈയൊഴിഞ്ഞ ചരിത്രമടക്കം നമ്മുടെ മുമ്പിൽ ഇപ്പോഴുമുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള കടുത്ത നിയമ നടപടികളിലേക്കാണ് ഈ കേസ് നീങ്ങുന്നത് എന്നുള്ളതാണ്. ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായിട്ടുള്ള കയ്യേറ്റം കേവലം ഒരു പ്രാദേശിക ക്രമസമാധാന പ്രശ്നമായി കാണാൻ കോടതികൾ തയ്യാറാകില്ല. രാഷ്ട്രീയ സംരക്ഷണത്തിന്റെ തണലിൽ ജാമ്യം എളുപ്പത്തിൽ കിട്ടുമെന്ന പ്രതികളുടെ പ്രതീക്ഷകൾക്ക് നിയമത്തിന്റെ കടുത്ത വകുപ്പുകൾ തന്നെയായിരിക്കും വിലങ്ങുതടിയാവുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആരുടെയൊക്കെയോ പ്രേരണ കൊണ്ടും ആരുടെയൊക്കെയോ വാക്ക് കേട്ടിട്ടും എടുത്തു ചാടി കുടിച്ചു ചാവുന്ന തരത്തിലേക്ക് ഈ പാവപ്പെട്ട കുട്ടി സഖാക്കൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ നിയമത്തെ വെല്ലുവിളിച്ച് തെരുവിൽ ആവേശം കാട്ടിയവർക്ക് വരും ദിവസങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല എന്നുള്ളതാണ്. പശ്ചിമ ബംഗാളിലെ അനുഭവം കാണിച്ചു തരുന്നത് കേന്ദ്ര ഏജൻസികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ കോടതികൾ കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ഇഡി ആക്രമണ കേസിലെ പ്രതികൾക്ക് അടുത്ത കാലത്തൊന്നും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നത് നിയമപരമായിട്ടുള്ള യാഥാർത്ഥ്യം മാത്രമാണ്. സത്യത്തിൽ ഈ ആവേശമൊക്കെ കാണിച്ച് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയ ഈ പൊറാട്ട് നാടകമുണ്ടല്ലോ, ഇത് പൊതുസമൂഹത്തിന് മനസ്സിലായില്ല എന്ന് കരുതരുത്. പക്ഷേ പൊതുസമൂഹം നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഗിമിക്കുകളും നാടകങ്ങളും കണ്ട് മനസ്സിലാക്കിയാണ് നിങ്ങളെ എല്ലാവരെയും ഈ പറഞ്ഞ പിണറായി വിജയനെ അടക്കം വീട്ടിൽ പോയിരിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് ഫലം നൽകിയത്. എന്നിട്ടും മനസ്സിലാക്കാത്ത അന്തംകമ്മികൾ വീണ്ടും ബുദ്ധിശൂന്യത കാണിച്ചതാണ് ഇപ്പോൾ ഇഡിക്കെതിരെ നടത്തിയ ആക്രമണം. ഇഡിക്കെതിരെ നടത്തിയ ആക്രമണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് അറസ്റ്റിലായവർ തന്നെയാണ്. അറസ്റ്റിലായവർ, ഇഡിയെ തൊട്ടവർ തിഹാർ ജയിലിലായിരിക്കും ബാക്കിയുള്ള ശിഷ്ടകാലം ജീവിച്ചു തീർക്കുക എന്ന് പറയേണ്ടിയിരിക്കുന്നു. അറസ്റ്റിലായവർ ചിലപ്പോൾ മരണം വരെയും ജയിലിൽ തന്നെയായി പോകും. അത്രത്തോളം കഠിനമായിരിക്കും ഇവരുടെ ഇനിയുള്ള നാളുകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മൂത്തുപോയ സഖാക്കളെല്ലാവരും കൂടി ചേർന്ന് ഒറ്റിക്കെടുത്തതും കൂട്ടിക്കൊടുത്തതും ഈ കുട്ടി സഖാക്കളെയാണ്.